ഇന്ത്യൻ വനിതാ വ്യോമസേന പൈലറ്റിന് പാകിസ്ഥാൻ പിടികൂടി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും പാക് അനുകൂല സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണ്. എന്നാൽ പാകിസ്ഥാന്റെ നുണപ്രചാരണം കുറിച്ച് ഇന്ത്യ ഇന്ത്യയുടെ വനിതാ വ്യോമ സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് തങ്ങളുടെ പിടിയിലായെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ നുണപ്രചാരണം നടത്തിയത്. സോഷ്യൽ മീഡിയയ്ക്ക് പുറമെ മാധ്യമങ്ങളിലടക്കം വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. പാക് അധിനിവേശ മുകളിലൂടെ പറന്ന വിമാനം വെടിവെച്ചിട്ടെന്നും അതിലുണ്ടായിരുന്ന വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നുമായിരുന്നു പ്രചാരണം. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദം ഉണ്ടായിരുന്നു. വാർത്ത നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തിയതോടെയാണ് പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിഞ്ഞത്. പ്രചരിക്കുന്നത് പഴയ വീഡിയോകളാണെന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യക്കെതിരെ മുൻപ് പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. पाकिस्तान ने ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ധു വരെ ഇന്ത്യയുടെ സൈനിക തലസംഘങ്ങൾ വികസിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ്? ആദ്യത്തെ എന്നറിയപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഒക്ടോബറിൽ ജോസഫ് സായുധ സംഘങ്ങൾ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് ആക്രമണത്തിനെതിരെ പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന രഹസ്യ നാമകരണത്തിലേക്ക് കടന്നതായി. 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കുന്നത് വരെ ഈ ഒരു സംഘർഷം നീങ്ങി. ജമ്മു കാശ്മീരിലെ 2 ഭാഗം ഇന്ത്യയുടെ ബാക്കിയുള്ള ഭാഗം ഇന്ത്യ പാക് അതിൽ ആദ്യത്തേത് ഓപ്പറേഷൻ കോന്നിപ്പുറത്ത് മണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് തെരഞ്ഞു. ഷോക്കേറ്റത് പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും
കാമറൂൺ സ്വദേശി മല്ലികത്തോട്ടത്തിൽ മധുധോണി. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. 27-ാം തീയതി മഴക്കാലം തുടങ്ങാൻ സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രം. ഒറ്റപ്പെട്ട വേനൽ മഴയും തുടരും. ഇന്നും നാളെയും ചൂട് കൂടുമെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറത്ത് നിപ രോഗിയുടെ നില ഗുരുതരമായി തുടരുമ്പോഴും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കാത്തത് ആരോഗ്യ കേരളത്തിന് ആശ്വാസമാവുകയാണ്. 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയതോടെ ആകെ നെഗറ്റീവ് ആയവരുടെ എണ്ണം 22ആയി. നിപ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 94 പേരാണ്. കഴിഞ്ഞ ദിവസം 37 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. രോഗിയെ ചികിത്സിക്കുന്ന പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇതിൽ ഏറെയും. 94 പേരുടെ സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 53 പേരാണുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് 40 പേരും പാലക്കാട് ജില്ലയിലെ 11 പേരും എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ ഓരോരുത്തരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 41 ലോ റിസ്ക് വിഭാഗത്തിലാണ്. അതേസമയം രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ നടന്നു. രോഗിക്ക് ഇതുവരെ 2 ഡോസ് കോറോണ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുണ്ട്. ഇതിലൊരാൾ ICUവിൽ. ആശയനില ഗുരുതരമല്ല. രോഗത്തിന്റെ പ്രസവകേന്ദ്രം പറയാനുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. രോഗിയുടെ അടുത്ത വീട്ടിലെ ശസ്ത്രപൂജയുടെ ശരീരഭാഗങ്ങളുടെ സാമ്പിൾ പരിശോധന ഫലമൊക്കെ കാത്തിരിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പരിസർവേയുടെ ഭാഗമായി 1781 വീടുകളിൽ 1781 വീടുകളിലാണ് ഇതുവരേക്കും ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണം നഷ്ടമായ സംഭവത്തിൽ കൂടുതൽ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ്. അസിസ്റ്റന്റ് മുതൽ പടിയെ മൊഴിയെടുപ്പിക്കാൻ വീണ്ടും വിളിപ്പിച്ചു. സ്വർണം തൂക്കാൻ കൊണ്ടുവന്ന രീതിയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലുണ്ട്. അസിസ്റ്റന്റ് മുതൽപ്പടി ഡോക്ടറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണക്കാരുടെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് പതിവ്. പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയ ദിവസം ഡോക്ടറിൽ വെച്ച് തന്നെ പെട്ടി തുറന്നു സഞ്ചിയുമായി വരികയായിരുന്നു എന്നാണ്. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലം ഉണ്ടാവുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. സഞ്ചി കൊണ്ടുവരുമ്പോൾ മണലിലോ മറ്റെവിടെയെങ്കിലുമോ കമ്പി വീണു പോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. സ്വർണ്ണമെടുക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് നിഗമനം. ക്ഷേത്രത്തിൽ നേരത്തെയും സ്വർണ്ണം നഷ്ടപ്പെട്ടതായി പരാതി വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിലടക്കം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് സ്വർണ്ണം കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി PS അച്യുതാനന്ദന്റെ പ്രസ്താവന അക്കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. തിരുവനന്തപുരം. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം മരിച്ച 16-കാരി ഗർഭിണിയെന്ന് പോലീസ്. സംഭവത്തിൽ വ്യാപിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കുന്നതിനായി കുട്ടിക്ക് അശാസ്ത്രീയമായി മരുന്ന് നൽകിയതായും രക്തസ്രാവം ഉണ്ടായതായി മരിച്ചതായാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന പോലീസ് അറിയിച്ചു.